അടുത്ത 5 വർഷവും സാധ്യവും എന്ന ആമുഖത്തോടു കൂടിയുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗങ്ങൾ ജനത കേൾക്കേണ്ടി വരും എന്ന് ഉറപ്പായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും പ്രധാനമന്ത്രി പദത്തിലേക്ക് വരുന്നു. 3ാം തവണയും പ്രധാനമന്ത്രിയാകുക എന്ന് പറയുന്ന ചരിത്രപരമായ നിമിഷത്തിൻ്റെ പ്രോദ്ഘാടന കർമ്മമാണ് ഇപ്പോൾ കണ്ടത്. NDA യോഗം NDAയുടെ നേതാവായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തെരഞ്ഞെടുത്തിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട നിമിഷമാണ് ഇത്. ഒരു നേതാവ് തുടർച്ചയായി 10 വർഷം ഭരിക്കുകയും വീണ്ടും 5ാമത്തെ വർഷത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. NDA യോഗത്തിൽ MP-മാരുടെ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തിൻ്റെ അന്തസത്ത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സഖ്യം മുന്നോട്ട് പോകും. ഈ സഖ്യത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് വലിയ സഫലതയാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ്. എന്തായാലും ഇത് വൈകാരികമായൊരു നിമിഷമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. രാജ്യത്തിൻ്റെ അന്തസത്തയാണ് ഈ സഖ്യം ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. സമവായം ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകും. NDAയിലെ ഘടകകക്ഷികളോടൊപ്പം നിന്നുകൊണ്ട് സഖ്യകക്ഷികളോടൊപ്പം നിന്നുകൊണ്ട് സമവായത്തിൻ്റെ രീതിയായിരിക്കും ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട മുന്നോട്ട് പോക്കിൻ്റെ പാത എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. അടുത്ത 10 വർഷത്തേക്ക് ഗുഡ് ഗവേണൻസ് അഥവാ സൽഭരണം ആയിരിക്കും തങ്ങൾ മുന്നോട്ട് വയ്ക്കുക. 10 വർഷം ആണ് ഇനി ഈ സർക്കാർ മുന്നോട്ട് പോവുക. ഇപ്പോൾ പൂർത്തിയായിരിക്കുന്ന 10ൻ്റെ അടുത്ത 10 അങ്ങനെ ദശം എന്നുള്ള രീതിയിൽ 2 രീതിയിലേക്ക് 5 വർഷം എന്നുള്ള ചുരുക്കത്തിലേക്ക് അല്ല ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് അദ്ദേഹം പറയുന്നു. ഈ മുന്നണിയുടെ കെട്ടുറപ്പിൽ ആർക്കെങ്കിലും ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. വലിയ ആത്മവിശ്വാസം തന്നെയാണ് ഉള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. അധികാരം നേടുന്നതിന് വേണ്ടി ചിലർ തട്ടിക്കൂട്ടിയിരിക്കുന്ന പോലെയുള്ള പാർട്ടികളുടെ കൂട്ടായ്മയല്ല NDA എന്ന് ഇന്ത്യ സഖ്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ടുകൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പൂർവ്വ സഖ്യം അത് സഫലമായ വിജയം നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി സൂചിപ്പിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. നിതിൻ പ്രഭാകർ അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. ഡൽഹിയിൽ നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കളും ഘടകകക്ഷി നേതാക്കളും പങ്കെടുക്കുന്ന യോഗത്തിലാണ് നരേന്ദ്രമോദി അതിവൈകാരികമായുള്ള സംസാരം നമ്മൾ കേട്ടത്. അദ്ദേഹം പറഞ്ഞത് വൈകാരികമായ നിമിഷമാണ്. രാജ്യത്ത് കഴിഞ്ഞ 10 വർഷക്കാലം സദ്ഭരണവും വികസനവും എന്താണ് രാജ്യത്തെ ജനങ്ങൾ കണ്ടു. വികസിത ഭാരതമെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ പരിശ്രമിക്കും. ഈ സഖ്യം ഉലയില്ല. ഇത് യഥാർത്ഥ ഒരു സഖ്യമാണ്, തട്ടിക്കൂട്ടിയ സഖ്യമല്ല എന്ന ഇന്ത്യ മുന്നണിയെ ഉന്നം വെച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗവും നമ്മൾ കേട്ടുകഴിഞ്ഞു. ഈ രാജ്യത്തിൻ്റെ വികസനവും രാജ്യത്തിൻ്റെ ഐക്യവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഈ സഖ്യം പ്രവർത്തിക്കുക. ഉലയാത്ത സഖ്യമാണ്. സഖ്യത്തിൻ്റെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് NDAക്ക് നേടാൻ കഴിഞ്ഞതെന്നും നരേന്ദ്രമോദി ഈ പറഞ്ഞിരിക്കുന്നു. അതിവൈകാരികമായ നിമിഷമാണ് ഇപ്പോൾ ഉള്ളതെന്നും അദ്ദേഹം NDA MP-മാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. എന്തായാലും 3ാം തവണയും നരേന്ദ്രമോദി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. ഞായറാഴ്ച വൈകിട്ട് 6 മണിക്കാണ് സത്യപ്രതിജ്ഞ തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2019 നരേന്ദ്രമോദിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളിൽ ഭൂരിഭാഗവും പുതിയ മന്ത്രിസഭയിലും ഉണ്ടാകും എന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അമിത്ഷാ, നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ളവർ, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ളവർ മന്ത്രിസഭയിലുണ്ടാകും. കൂടാതെ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഇത്തവണ മന്ത്രിസഭയിലുണ്ടാകുമെന്ന ഒരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നും ജയിച്ച NDAയുടെ ഏക MP ആദ്യമായി സംസ്ഥാനത്ത് താമര വിരിച്ച സുരേഷ് ഗോപി മന്ത്രിസഭയിലുണ്ടാകുമെന്ന സൂചന കൂടി പുറത്തു വരുന്നു. അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവിയാണോ അല്ലെങ്കിൽ സഹമന്ത്രി സ്ഥാനമാണോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അക്കാര്യത്തിൽ NDA യോഗത്തിന് ശേഷമായിരിക്കും ഒരു തീരുമാനം എടുക്കുക. എന്തായാലും കക്ഷി നേതാക്കൾ എല്ലാം തന്നെ യോഗത്തിലെത്തി. HD കുമാരസ്വാമിയുണ്ട്, ഏക്നാഥ് ഷിൻഡെയുണ്ട്, ചന്ദ്രബാബു നായിഡു ഉണ്ട്, നിതീഷ് കുമാറുണ്ട്, ചിരാഗ് പാസ്വാനുണ്ട്. അത്തരത്തിൽ എല്ലാ കക്ഷി നേതാക്കളും ഈ യോഗത്തിൽ NDA യോഗത്തിൽ പങ്കെടുത്തു. അതിവൈകാരികമായ പ്രസംഗം കൊണ്ട് ഈ MP-മാരെ 293 MP-മാരാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ചില സ്വതന്ത്ര MP-മാരെ തങ്ങളുടെ പക്ഷത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം കൂടി BJP നടത്തുന്നുണ്ട്. ചിലർക്ക് മന്ത്രിസ്ഥാനമടക്കം വാഗ്ദാനം ചെയ്തതായും അറിയാൻ കഴിഞ്ഞു. എങ്കിലും സുപ്രധാനമായ വാർത്ത നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്, ഇപ്പോഴും മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ വിഭജന കാര്യത്തിൽ തീരുമാനം ഒന്നും ആയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. TDP-യുമായാണ് ഏകദേശം ഒരു ധാരണയിലെത്തിയത്. നിതീഷ് കുമാർ, ജനതാദൾ യുണൈറ്റഡ് നേതാവ് നിതീഷ് കുമാർ ഇപ്പോഴും കടുംപിടുത്തം തുടരുകയാണ്. TDP-ക്ക് 3 മന്ത്രിസ്ഥാനമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഒരു ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിസ്ഥാനവും 2 സഹമന്ത്രിസ്ഥാനവും വ്യോമയാന ചുമതല, വ്യോമയാന വകുപ്പ് ക്യാബിനറ്റ് പദവിയോടുകൂടി TDP-ക്ക് നൽകാമെന്ന് അറിയിച്ചു കഴിഞ്ഞു. ധനകാര്യ വകുപ്പിൽ സഹമന്ത്രിസ്ഥാനം നൽകാമെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു സഹമന്ത്രിസ്ഥാനത്തിന് വകുപ്പ് ഏതാണെന്ന് നിശ്ചയിച്ചിട്ടില്ല. അത് ചർച്ചയ്ക്ക് ശേഷം അറിയിക്കാമെന്നാണ് പറഞ്ഞത്. കൂടാതെ ആന്ധ്രയ്ക്ക് പ്രത്യേക പാക്കേജ് അനുവദിക്കാമെന്നും NDA ഉറപ്പ് നൽകിയിട്ടുണ്ട്. തെലുങ്കുദേശം പാർട്ടിയുടെ
പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധിക്ക് NDAയുടെ ദേശീയ കൺവീനർ സ്ഥാനവും BJP നേതൃത്വം ഉറപ്പു നൽകിയിട്ടുണ്ട്. തെലുങ്കുദേശം പാർട്ടി ഇപ്പോഴും ലോക്സഭാ സ്പീക്കർ സ്ഥാനം ലഭിക്കാനുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. വാജ്പേയി മന്ത്രിസഭയിൽ തങ്ങളായിരുന്നു ലോക്സഭാ സ്പീക്കർ സ്ഥാനം അലങ്കരിച്ചത്. അതുകൊണ്ട് ഇത്തവണയും സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് വേണമെന്നാണ് അവരുടെ ആവശ്യം. എന്നാൽ ഇതിൽ അവർ വിട്ടുവീഴ്ച ചെയ്തേക്കുമെന്ന ഒരു സൂചനയും പുറത്തു വരുന്നുണ്ട്. നിതീഷ് കുമാർ അങ്ങനെയല്ല. നിതീഷ് കുമാർ താൻ ആവശ്യപ്പെടുന്ന വകുപ്പുകൾ വേണമെന്ന കടുംപിടുത്തം ഇപ്പോഴും തുടരുകയാണ്. ഡൽഹിയിൽ മാരത്തോൺ ചർച്ചയാണ് നടക്കുന്നത്. MP-മാരുടെ യോഗം നടക്കുന്നതിനോടൊപ്പം തന്നെ ചർച്ചകളും നടക്കുന്നുണ്ടെന്ന് അറിയാൻ അതെ, ആ സാധിക്കും. മാരത്തോൺ ചർച്ചകളിൽ നിന്ന് അടുത്ത എന്തൊക്കെയാണ് തീരുമാനമെന്ന് നമുക്ക്